എല്ലാവർക്കും എൻട്രി എലവേറ്റ് മോണ്ടിസറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. 150-ൽ പരം പ്ലേസ്മെൻറ്റുമായിട്ട് എൻട്രിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് നാളത്തെ അധ്യാപികമാരാകാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ചെറിയൊരു അധ്യായവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലേ. നമുക്ക് 5 കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കാം. അതിൽ ഒന്നാമത്തേത് മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാലയത്തിലാണല്ലേ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന അധ്യാപികയുടെ പെരുമാറ്റം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അധ്യാപിക എങ്ങനെ കുട്ടികളെ സമീപിക്കുന്നു, അവരോട് എങ്ങനെ ഇടപഴകുന്നു എന്നതനുസരിച്ചിരിക്കും കുട്ടികളുടെ വ്യക്തിഗത വികസനം എന്നുള്ളത്. അതുകൊണ്ട് അധ്യാപിക വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പെരുമാറ്റം അവലംബിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത് പ്രോത്സാഹനം. ആരാണല്ലേ മോട്ടിവേഷൻ ആഗ്രഹിക്കാത്തത്? കുഞ്ഞുങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം വളരെ മികച്ച രീതിയിൽ ചെയ്യുവാനായിട്ട് അധ്യാപികയുടെ പ്രോത്സാഹനം അവരെ സഹായിക്കും. അത് കുഞ്ഞുങ്ങളുടെ തുടർ പഠനത്തിന് അവരെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് വിലയിരുത്തൽ. ഓരോ കുട്ടിയും യുണീക്കാണല്ലേ. അതുകൊണ്ട് തന്നെ 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളുടെ സ്വഭാവവും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി കമ്പയർ ചെയ്യാതിരിക്കുക. അത് കുട്ടികളെ മോശമായിട്ട് അവരുടെ വ്യക്തിഗത വികസനത്തെ ബാധിക്കും. നാലാമതായി വ്യക്തിഗത പരിചരണം. തൻ്റെ അധ്യാപിക തന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു തോന്നൽ കുട്ടികളുടെ പഠനത്തെ കുറച്ചുകൂടി മികവുള്ളതാക്കും. നമ്മളെല്ലാവരും മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കുറച്ച് മികച്ചതാക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ബോധം നമുക്കുണ്ടാവുന്നത്. അതുതന്നെയാണ് കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ടീച്ചർ ഓരോ കുട്ടിയെയും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അവസാനത്തേതായി കളിയിലൂടെ പഠനം. കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ പഠനത്തിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത്. അവർ പലപ്പോഴും പല രീതിയിലായിരിക്കും ക്ലാസ്സിൽ പെരുമാറുക. ചിലർക്ക് ചിലപ്പോൾ ഉറക്ക മൂടായിരിക്കും, ചിലർക്ക് പഠിക്കാനൊരു താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് കളിക്കാനായിരിക്കും ആ സമയത്തെ ഒരു മൂഡെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപിക എപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അവരുടെ താല്പര്യം മനസ്സിലാക്കി അവരെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസിലൂടെ കണക്ട് ചെയ്ത് എന്താണോ ടീച്ചർ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വസ്തുതയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കണം. അതിന് നമുക്ക് ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കാം, എന്തെങ്കിലും ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ഇതൊക്കെ നമ്മുടെ പഠനം രസകരമാക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ചെറിയ ഭാഗം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്